ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചമയക്കത്തിലാവൂല്ലേ? എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴതാ സുല്ലൂട്ട തൊട്ടിലിൽ തലയൊക്കെ പുറത്തോട്ടിട്ടുകൊണ്ട് കിടന്ന് ആടുന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ കുളിച്ച് കുട്ടപ്പനായി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കിടന്ന ആളാട്ടോ. എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഏകദേശം 3 മണി ആവാറായി. നല്ല വിശപ്പുണ്ടായിരുന്നു അവന്. ബഹളം വെപ്പ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ചോറ് വേഗം എടുത്തു. ചോറ് എപ്പോഴും ഞാൻ കുറച്ചേ എടുക്കാറുള്ളൂ. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൊത്തി അരിഞ്ഞ വെണ്ടയ്ക്കും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും നന്നായിട്ട് വേവിച്ച് കുറച്ച് പച്ചവെളിച്ചെണ്ണയും ചേർത്തെടുത്തതും കൂടെ നമുക്ക് ഇന്ന് മഷ്റൂമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എരിവില്ലാതെ ഇച്ചിരി ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ട് എരിവിന് അത്യാവശ്യം ഞാൻ അവന് മുളക് പൊടി ചേർക്കാറില്ല. അപ്പോൾ അത്യാവശ്യത്തിന് ഞാൻ കുരുമുളക് ചേർത്തുകൊണ്ട് തന്നെ എരിവ് മതിയെന്ന് വെച്ചിട്ട് മഷ്റൂം കഴുകിയിട്ടാട്ടോ എടുത്തത്. ഇറച്ചി മീനൊന്നും ഇല്ലാത്ത കാരണം മോന് മുട്ട വറുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു പീസ് ഇവന് ഒരു ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മുട്ട എടുത്തുട്ടോ. ചെറിയൊരു പീസ് മാങ്ങയാട്ടോ എടുത്തത്. ചില സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് വെജിറ്റബിൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നല്ലോണം വിശന്നുകൊണ്ടാന്ന് തോന്നുന്നു അവനൊരു ക്ഷമയില്ല. പ്ലേറ്റൊക്കെ വലിച്ചുകൊണ്ട് പോവുക. ഒരു കൈ അകലത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇല്ലെങ്കിൽ ചന്നം പിന്നെ എല്ലാം താഴെ കിടപ്പുണ്ടാവും. മാക്സിമം എല്ലാ ദിവസവും ഞാൻ അവന് വെണ്ടക്ക ഉച്ചത്തെ ഭക്ഷണത്തിൽ ഞാൻ ആഡ് ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കറിച്ചേമ്പില്ലേ, അതിൻ്റെ കൂടെ വേറെ പൊട്ടറ്റോയോ ക്യാരറ്റൊക്കെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് എന്നും മാക്സിമം ഉള്ള സമയത്തുള്ള ദിവസങ്ങളിൽ ഞാൻ ഇടും. വെജിറ്റബിൾ നമ്മൾ കഴിക്കുന്നത് നല്ലതാണല്ലോ. മാത്രമല്ല അതിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോലും അറിയാണ്ട് വായിൽ നിന്ന് അങ്ങോട്ട് ചോറ് ഇറങ്ങിപ്പോവും പെട്ടെന്ന് തന്നെ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് നമുക്ക് കൊടുത്ത് തീർക്കാം. ഒരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങളെ മക്കൾക്കും നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കുറച്ച് നേരമൊക്കെ അവന് വീഡിയോൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിപ്പൊക്കെ തുടങ്ങി. കുറച്ച് വിശപ്പ് അമർന്നതിന് ശേഷം അവന് ഇറങ്ങി ഓട്ടം തുടങ്ങി. അങ്ങനെ എന്തായാലും കഴിച്ചു കഴിഞ്ഞു. മാക്സിമം നമ്മൾ വെജിറ്റബിളൊക്കെ അവർക്ക് ഈ ഒരു സമയത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ടേസ്റ്റും ഇന്ന വെജിറ്റബിൾ ഇന്ന സാധനങ്ങളൊക്കെ വെവ്വേറെയായിട്ട് മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് കഴിക്കില്ല. അപ്പം മാക്സിമം നമ്മൾ ഈ ഒരു സമയത്ത് മാക്സിമം എല്ലാ വെജിറ്റബിളും അവരെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കുക. അപ്പോൾ ചോറ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ചോറ് നമുക്ക് അധികം ഒന്നും കിട്ടില്ലല്ലോ. മാത്രം തന്നെ നമ്മൾ കഞ്ഞി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇരിപ്പിടത്തുനിന്ന് ഇറങ്ങിപ്പോയ ആൾ മാങ്ങ ഇച്ചിരി ഒന്ന് വായിൽ വെച്ചിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. മാങ്ങ പീസ് എല്ലാം ചെറുതായതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നുണ്ട്. കുറച്ചൊക്കെ അവൻ കഴിച്ചു, കുറച്ച് ഞാൻ വാരി കൊടുത്തു, കുറച്ച് താഴെയും പോയി കേട്ടോ. പിന്നെ വെള്ളം ഞാൻ മാക്സിമം ലാസ്റ്റേ കൊടുക്കാറുള്ളൂ. പിന്നെ ഇടയ്ക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇടയ്ക്ക് ഒന്ന് കൊടുക്കും. അവസാനം മാങ്ങ പ്ലേറ്റ് കളിക്കാൻ കിട്ടിയ സന്തോഷത്തിൽ അവനും എടുത്ത ഭക്ഷണം മുഴുവൻ കഴിച്ചല്ലോ എന്നുള്ള സന്തോഷം എനിക്കും. സംതൃപ്തിയായി. അല്ലെങ്കിലും വയറ് നിറച്ച് മക്കൾ ഭക്ഷണം കഴിച്ചാൽ ഏതമ്മമാർക്ക് സംതൃപ്തി ആവാത്തല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂടെ സന്തോഷത്തോടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. സീ യു. ബൈ ബൈ.